ഹലോ, ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട പപ്പടം കൊണ്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അതിന് പപ്പടം ഒരു 5 പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി നാളികേരം, ആവശ്യത്തിന് പഞ്ചസാര, അതുപോലെ തന്നെ ഒരു നുള്ള് ജീരകം. ഇത് മൈദ ഞാൻ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ബൗളിൽ നാളികേരം, ആ അരമുറി നാളികേരം മുഴുവൻ ആ ബൗളിലേക്ക് ഇടുകയാണ്. അതിനുശേഷം നമുക്ക് പഞ്ചസാര ഓരോരുത്തരുടെ വീട്ടിലെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര എടുത്തു. അതിനുശേഷം കുറച്ച് ജീരകം ഇട്ടിട്ട് ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കൈകൊണ്ട് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഓരോ പപ്പടം എടുത്തിട്ട് അതിൻ്റെ നടുക്ക് കുറച്ച് നാളികേരം, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് അതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്യാനുള്ള രീതിയിൽ കുറച്ച് നാളികേരം എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദയിൽ വെള്ളം ചേർത്തൊന്ന് കട്ടിയിൽ കലക്കി വെച്ചിട്ടുള്ളതാണ്. അതൊന്ന് അതിന് ചുറ്റുമൊന്ന് തേച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യണത് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ നാളികേരത്തിൻ്റെ ആ ഫില്ല് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ചുറ്റും ഇങ്ങനെ ആക്കിയിട്ട് നന്നായി കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് ഒട്ടിയിരുന്നോളും. ഇതില്ലാത്തവർക്ക് വേണമെങ്കിൽ വെള്ളം കൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം അതും ഇതേപോലെ അങ്ങനെ ആക്കി എടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 5 പപ്പടം ഇതേപോലെ നാളികേരമൊക്കെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ട് നന്നായി ചൂടാക്കുക. അതിനുശേഷം സാധാരണ ഓയിലാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് അധികം വേണമെന്നില്ല, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാവുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അത് നമുക്ക് വറുത്തെടുക്കണം. അതിന് തീ ഒന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പപ്പടമായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യണത്. ഇത് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 കയ്യിലെടുത്ത് മറിച്ചിടാനായിട്ട് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം നമ്മൾ സാധാരണ പപ്പടം വറുക്കണ പോലെ തന്നെ പെട്ടെന്ന് വറുത്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഉൾഭാഗത്ത് നാളികേരം ഒന്നും അങ്ങനെ വേവേണ്ട ആവശ്യം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പപ്പടം വറുത്തെടുക്കണ പോലെ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് 2 ഭാഗവും വറുത്തെടുത്ത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ എണ്ണ നന്നായി ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഇതും ഇതുപോലെ തന്നെ ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. മാക്സിമം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെല്ലാതും ഇങ്ങനെ വറുത്ത് വെച്ചു. അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതിൽ ഈ പപ്പടത്തിൻ്റെ ഒരു ഉപ്പുരസം, അതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെയും അതുപോലെ പഞ്ചസാരയുടെയും ഒരു മധുരമൊക്കെ ആവുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.